2020-23 കോവിഡ് കാല യാത്രാ പ്രതിസന്ധികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു യാത്രാ പ്രതിസന്ധിയായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥകളെ ആളുകൾ കാണുന്നത്. നമുക്കറിയാം, നിരവധി ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. അതായത് നാട്ടിലേക്ക് പോയവരുണ്ട്, പിന്നെ ദുബൈയിലൊക്കെ സ്റ്റക്കായി പോയിട്ടുള്ളവരുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ അനിറ്റ ആനന്ദ് പറഞ്ഞിരിക്കുന്നത്. മോണിറ്റർ ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ മീഡിയ ആൻഡ് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ലോക്കൽ അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് എനി ഓർഡേഴ്സ് ടു ഷെൽട്ടർ ഇൻ പ്ലേസ്. ഈ കഴിഞ്ഞ ദിവസം CBC റേഡിയോയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ടൊറൻറ്റോയിൽ നിന്നും ദുബൈയിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് ഒരു ടൂറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാനായിരുന്നിരുന്നത്. ന്യൂഡൽഹിയിലേക്കാണ് അദ്ദേഹം പോയത്. പക്ഷേ ദുബായിൽ ഇപ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റ്സിന് വേണ്ടി. എമിറേറ്റ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഓരോ സിറ്റികളിലേക്ക് ഓരോ ഫ്ലൈറ്റാണ്, അതായത് എയർപോർട്ടുള്ള നഗരങ്ങളിലേക്ക് ഓരോ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ പുറപ്പെടുന്നതെന്നാണ് എനിക്ക് ആ വാർത്തയിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോഴേക്കും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ സിറ്റുവേഷൻസിലായിട്ടുള്ളവർ, സ്റ്റക്കായിട്ടുള്ളവരൊക്കെ പ്രത്യേകിച്ചും എയർലൈൻസിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് ഇപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് വഴിയുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില സർവീസുകളൊക്കെ ഫ്രാങ്ക്ഫർട്ട് വഴിയും പിന്നെ ആംസ്റ്റർഡാം വഴിയൊക്കെ നടക്കുന്നുണ്ട്. അതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി KLM എയർലൈൻസിൻ്റെയൊക്കെ വെബ്സൈറ്റുകളൊക്കെ സന്ദർശിക്കാവുന്നതാണ് അത്യാവശ്യ യാത്രകൾക്ക് വേണ്ടി. പക്ഷേ എങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ചിലപ്പോൾ ലേയേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം. അതായത് നോർമൽ 16 hours ഫ്ലൈറ്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ദുബൈയിലോട്ടുള്ള. അവിടുന്ന് പിന്നെ 3 മണിക്കൂർ വരും. അതിൻ്റെ കൂടെ നമുക്കൊരു ചിലപ്പോൾ ഒരു 10-15 മണിക്കൂറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അറിയാം, എയർഫെയർസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നന്നായിട്ട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ യാത്രകളെയൊക്കെ ബാധിക്കുമല്ലോ. ഇപ്പോൾ നിരവധി ആളുകൾ വെക്കേഷന് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയമാണ്. ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് മാർച്ച് ബ്രേക്ക് ആകും. പല ലോക്കൽ ട്രിപ്പിന് വേണ്ടിയൊക്കെ ആളുകളൊക്കെ പോകാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന സമയമാണ്. മെക്സിക്കോയിലാണെങ്കിൽ അവിടെ ആഭ്യന്തര കലാപം നടക്കുന്നു, അവിടെ അങ്ങോട്ട് പോകാൻ മേല. പിന്നെ ക്യൂബയിൽ പ്രശ്നം നടന്നുകൊണ്ട് ഇങ്ങോട്ടൊക്കെയാണ് സാധാരണ കനേഡിയൻസ് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദുബൈയിലേക്കും സൗദിയിലേക്കും ഒക്കെ ടൂറിസ്റ്റുകളായിട്ട് പോകാറുണ്ട്. അങ്ങനെ പോകുന്നവരുണ്ട്, നാട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഇനി കാൻറ്റൺ ഫെയർസ് ഒക്കെ വരുന്നുണ്ട് ചൈനയിൽ, അങ്ങോട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം പല കാര്യങ്ങളും ഈ സിറ്റുവേഷൻസ് വഴി ബാധിച്ചിരിക്കുകയാണ്. നമുക്ക് വെക്കേഷൻസൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ പ്ലാൻ ചെയ്യാം. പ്രത്യേകിച്ചും ലീവൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കറിയാതെ. എങ്കിലും അത് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. കാരണം വിമാനയാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ഞങ്ങളൊക്കെ ആണെങ്കിലും കോവിഡ് സമയത്ത് യാത്ര ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോകുന്നു, ആ സമയത്ത് ഇതിൻ്റെ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു. പിന്നെ തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോകുന്നു. പിന്നെ ഇതൊന്ന് റീഷെഡ്യൂൾ ചെയ്ത് ടിക്കറ്റ് മാറ്റിയെടുക്കുമ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഇരട്ടി പൈസയാകും. അത് കാരണം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിയുമ്പോഴേക്കും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അങ്ങനെ കാണാനില്ല. ഇറാനീസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ടൊറൻറ്റോ ഭാഗത്ത് തന്നെ ഏകദേശം 3.5 ലക്ഷം പേരോളം ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ. പിന്നെ ഓയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്, പെട്രോളിൻ്റെയൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഹോർമുസ് കടലിടുക്കിൻ്റെ ഉണ്ടായിട്ടുള്ള യാത്രാ തടസ്സങ്ങൾ തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി പ്രത്യേകിച്ചും എണ്ണ ടാങ്കറുകൾ കടന്നു പോകുന്നത് ഒരു ദിവസം 65 ഷിപ്സാണ് പോകുന്നത്. എന്നാൽ ഇപ്പോൾ അത് 5 ഷിപ്സുകൾ പോകുന്നുള്ളൂ. ഒരു മാസം നോക്കിക്കഴിയുമ്പോൾ 3000 കപ്പലുകളാണ് അതുവഴി കടന്നു പോകേണ്ടത്. ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, ലോകത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കനേഡിയൻസിനും അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും എണ്ണവില കൂടിയത് കാരണം ഗ്യാസ് പ്രൈസൊക്കെ കൂടി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. പ്രത്യേകിച്ചും എന്തെങ്കിലും അപ്ഡേറ്റ്സ് പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്നുള്ള വീഡിയോകളിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കുന്നു അവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ ഒന്ന് കമൻറ്റായിട്ട് തന്നെ ഒന്ന് താഴെ ഒന്ന് കൊടുത്തേക്കുക. എനിക്കറിയാം നിരവധി ആളുകൾ UAE നിന്ന് കാണുന്നുണ്ട്. അവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ ഒന്ന് കൊടുത്തേക്കുക. കുവൈറ്റിൽ നിന്ന് കാണുന്നവരുണ്ട്, അബുദാബിയിൽ നിന്നും ദുബൈയിൽ നിന്നും വിവിധ എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ വാച്ച് ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നവർ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോഴും നമ്മുടെ പല പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അതിനി അധികം നാൾ മുന്നോട്ടില്ല. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.